ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ഈ റോയിട്ടേഴ്സ് പത്രം എനിക്ക് വലിയ താല്പര്യമുള്ള പത്രമൊന്നുമില്ല. കാരണം അവർ നിരന്തരം ഇന്ത്യയെക്കുറിച്ച് നെഗറ്റീവായിട്ട് വാർത്തകൾ എഴുതുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ ഇന്ത്യ വളരെ സക്സസ്ഫുള്ളായിട്ട് ഇറാനുമായിട്ട് നെഗോസിയേഷൻ ചെയ്ത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നമ്മളെ 2 ഷിപ്പുകളെ നമ്മൾ സേഫായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വളരെ വിജയകരമായി തന്നെയാണ് ഇന്ത്യയുടെ ആ ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ ഫോറിൻ പോളിസി ഉപയോഗിച്ച് കൃത്യമായിട്ട് നടപ്പിലാക്കിയത്. ഇത് മറ്റുള്ള രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ആ ഒരു ഡിപ്ലോമസിക്ക് വളരെയധികം പ്രാധാന്യം നേടിക്കൊടുക്കുന്ന ഒരു വിഷയം കൂടിയായിരുന്നു. ഈ വെസ്റ്റേൺ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ഇന്ത്യക്കെതിരാണ്. നമ്മളിത് ശ്രദ്ധിച്ച് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്ത പണി കിട്ടും. അപ്പം ഇത് ഇന്ത്യൻ മീഡിയ എല്ലാം തന്നെ എന്താണോ റോയിട്ടേഴ്സ് കൊടുത്തിരിക്കുന്നത് അത് അതേപടി എടുത്ത് നറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും അവരുടെ എഴുത്തിലുണ്ടാവും. അപ്പോൾ ഈ റോയിട്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യ ഇറാനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് വിജയകരമായി അവരുടെ കാര്യം നേടിയെടുക്കാൻ ഇന്ത്യയുടെ കയ്യിൽ ഇറാന്റെ 2 ഷാഡോ ഫ്ലീറ്റുകൾ ഇന്ത്യ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഷാഡോ ഫ്ലീറ്റുകളെ ഇറാൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് കൊടുക്കാമെന്ന് ഇന്ത്യ സമ്മതം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് ഈ ഇളവ് നൽകിയത് ഇറാൻ എന്നുള്ള തരത്തിലാണ് അവർ വാർത്ത അടിച്ചിറക്കിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാന്റെ ഷാഡോ ഫ്ലീറ്റുകൾ ഇന്ത്യ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു ഫാക്ട് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കുറെ നാള് ഇന്ത്യയുടെ അടുത്ത് ഇറാൻ ഈ ഷാഡോ ഫ്ലീറ്റുകൾക്ക് വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. പിന്നീട് ഇറാൻ അത് ഞങ്ങളുടെ ഫ്ലീറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവന ഇറക്കി അവർ ഈ വിഷയത്തിൽ നിന്നും പിൻവലിയുകയാണ് ചെയ്തത്. ഇത് നമ്പർ 1 മാറ്റർ. രണ്ടാമത്, അമേരിക്ക ഇറാന്റെ വാർഷിപ്പുകളെ ഇന്ത്യൻ ഓഷനിലും അറേബ്യൻ ഓഷനിലൊക്കെ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയാണ് ഇറാന്റെ 2 വാർഷിപ്പുകൾക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ കൊച്ചിയിൽ കിടപ്പുണ്ട് ഇറാന്റെ വാർഷിപ്പ്. ഇത് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ഇന്ത്യയുടെ കപ്പലുകൾ നിൽക്കുമ്പോൾ ഈ നെഗോസിയേഷനോ അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ കിടക്കുന്ന ഇന്ത്യൻ ചരക്ക് കപ്പലുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകളും ഇറാന്റെ അടുത്ത് നമ്മൾ നടത്തിയിട്ടില്ല ഇതിനു മുമ്പ്. അതിന് മുന്നെയാണ് നമ്മൾ ഇറാന് അവരുടെ 2 വാർഷിപ്പുകൾക്ക് നമ്മൾ സെക്യൂർ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഒരുക്കിയത്. ഇന്ത്യക്കുള്ളിലായതുകൊണ്ട് മാത്രമാണ് അമേരിക്ക ആ 2 വാർഷിപ്പുകളെയും വെറുതെ വിട്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക ഏതാണ്ട് ഫെബ്രുവരി 28 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 16-ാം തീയതിക്കുള്ളിൽ ഏതാണ്ട് 17 ഇറാന്റെ ഷിപ്പുകളാണ് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ 2 ഷിപ്പുകളെ അടിക്കാൻ എത്ര സമയം വേണം? അപ്പോൾ അതിനെ സേഫ് ഗാർഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ചരക്ക് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ വാർഷിപ്പുകൾക്ക് ഇന്ത്യ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നതും ഇന്ത്യയുടെ ചരക്ക് കപ്പലുകളെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നിന്നും സ്മൂത്തായിട്ട് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിച്ചതും, ഈ 3 വിഷയങ്ങൾ തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് 3നും വേറെ വേറെ റീസണുകളാണ്. പക്ഷേ ഇതിനെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഏതോ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും അതുപോലെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചിയും ടെലിഫോൺ കോളിൽ സംസാരിച്ചത് ഇവർ റോയിട്ടേഴ്സ് തൊട്ടടുത്തിരുന്ന് കേട്ടതുപോലെയാണ് ഈ വാർത്ത ഇങ്ങനെ നറേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു ഫേക്ക് നറേറ്റീവ്. അത് അവർക്ക് വാർത്ത കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ എഴുതുക. അപ്പോൾ അതിനെതിരെ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കുമല്ലോ. തീർച്ചയായിട്ടും മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പത്രസമ്മേളനത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ പല മാധ്യമങ്ങളും പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഫേക്ക് നറേറ്റീവ്സ് എഴുതാറുണ്ട്. അതിലൊരു മാധ്യമം കൂടിയാണ് ഈ റോയിട്ടേഴ്സ്. അത് ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ് അവർ. അടുത്തത്, നമ്മൾ ഉക്രൈനിലെ സെലൻസ്കിയെ പലപ്പോഴും വിമർശിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് എനിക്ക് ഉക്രൈനുമായിട്ട് യാതൊരു വിരോധം ഉണ്ടായിട്ടല്ല, റഷ്യയോട് കൂടുതൽ താല്പര്യം ഉണ്ടായിട്ടുമല്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ സെലൻസ്കി അതേപോലെ ഉക്രൈൻ പണ്ട് തൊട്ടേ ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ പണ്ട് മുതലേ പാകിസ്ഥാനോടൊപ്പമാണ്. ഇത് ഞാൻ പണ്ട് മുതലേ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. എനിവേ, റഷ്യ ഉക്രൈൻ യുദ്ധമുണ്ടായി, അത് അവർ തമ്മിലായിക്കോട്ടെ, അവരെ അടിച്ചു പിടിച്ചു, ഉക്രൈൻ്റെ സ്ഥലം റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്നു, അതൊക്കെ ഒരു സൈഡിൽ നടക്കട്ടെ. അത് യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഇപ്പം NIA ഇന്ത്യക്കുള്ളിൽ നിന്നും 6 ഉക്രൈനിയൻസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കുള്ളിൽ എവിടെയാണ്? മണിപ്പൂരിൽ. ഈ മണിപ്പൂർ എത്രമാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ വിഘടനവാദികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രോൺ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഗൺ കൾച്ചർ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരവിടെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഒരു അമേരിക്കക്കാരനും കൂടി ഉണ്ട്, ഒരു അമേരിക്കൻ സിറ്റിസൺ, അതേപോലെ 6 ഉക്രൈനിയൻ പൗരന്മാർ. ഉക്രൈനിൽ നിന്നും ഈ ടീം ഇന്ത്യയിലേക്ക് വരുന്നു, അതും പ്രത്യേകിച്ച് മണിപ്പൂരിലേക്ക് വരുന്നു. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് NIA പോയി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണ്, നാഷണൽ സെക്യൂരിറ്റിക്ക് ഒരു ഭീഷണിയാണ്. ഉക്രൈനിലെ സെലൻസ്കി അറിയാതെ ഈ വിഷയം നടന്നിട്ടുണ്ടാവുമോ? ഇങ്ങനെയുള്ള സെപ്പറേറ്റിസ്റ്റ് വിങ്ങുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി ഉക്രൈനുണ്ട് എന്നുള്ളത്
സെലൻസ്കിക്ക് അറിയാം. ഇന്റലിജൻസ് വിഭാഗങ്ങളൊക്കെ വളരെ ശക്തമായ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് റഷ്യക്കുള്ളിൽ പോയി പല നേതാക്കളെയും രഹസ്യമായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ള ടീമുകളാണ് ഉക്രൈൻ്റെ ഇന്റലിജൻസ്. പല പൈപ്പ് ലൈനുകളും ഇവർ പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പഴിയെല്ലാം തന്നെ റഷ്യക്ക് മേളിൽ ചാർത്തി കൊടുത്തിട്ടുണ്ട് ഇവർ. അപ്പൊ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പിന്റെ സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ ഉക്രൈനിയൻ ടീം. ഈ ഉക്രൈനിയൻ ടീമിന്റെ 6 പേരെ ഇപ്പം പിടിച്ച് 15 ഡേയ്സിന് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കുള്ളിൽ. നല്ല ഫെസിലിറ്റീസ് തന്നെയായിരിക്കും, കാരണം ഇന്റർനാഷണൽ പ്രതികളാണല്ലോ. അപ്പോൾ എന്തായാലും ഈ കേസിന് കോടതിയിൽ വരുമ്പം കുറച്ചുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഉക്രൈൻ ഇപ്പം ചാടിക്കൊണ്ട് വരുമായിരിക്കും, ഞങ്ങളുടെ പൗരന്മാർ അവരതിനു വേണ്ടിയല്ല വന്നത്, അവരവിടെ ചാരിറ്റിക്ക് വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പം രംഗത്ത് വരും. ഇത് പ്യൂർലി ആന്റി ഇന്ത്യ പ്രൊപ്പഗൻഡ തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് അവരവിടെ വന്നിരിക്കുന്നത്. ഇതുവരെ ഇറാൻ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ 2,20,000 ഇന്ത്യൻസ് ഇന്ത്യക്കുള്ളിലേക്ക് റിപ്പാട്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ അമേരിക്ക ചബഹാർ പോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു മിലിറ്ററി ബേസ്, ഇറാന്റെ മിലിറ്ററി ബേസ്, അതിൽ ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. ചബഹാർ പോർട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രീ ട്രേഡ് സോണാണ്. ആ ഫ്രീ ട്രേഡ് സോണിന്റെ തൊട്ടടുത്തിരിക്കുന്ന IRGCയുടെ മിലിറ്ററി കോംപ്ലക്സ് ആണ് അടിച്ചു തകർത്തത്. ട്രംപ് ഇറാന്റെ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലുള്ള ഖാർഗ് ഐലൻഡിനെ പിടിച്ചെടുക്കുമെന്ന് ഉറച്ച തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും അതേപോലെ ബെൽജിയത്തിന്റെ ഫോറിൻ മിനിസ്റ്ററുമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 26-ന് യൂറോപ്യൻ ഡെലിഗേറ്റ്സ് ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അന്ന് നടത്താൻ പറ്റാതെ പോയൊരു മീറ്റിംഗ് ആണ് ഇന്ന് ബെൽജിയവുമായിട്ട് നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ടെഹ്റാൻ എയർപോർട്ടിൽ ആയത്തുള്ള ഖമനേയി ഫാമിലീസിൻ്റെ റോയൽ എയർക്രാഫ്റ്റുകൾ, ആ എയർക്രാഫ്റ്റുകൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് നടത്തി നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ട്രംപ് ഈ ഖാർഗ് ഐലൻഡിനെ പിടിച്ചെടുക്കുന്നത് ചൈനയ്ക്ക് ഒരു തിരിച്ചടിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചൈനയ്ക്ക് ഓൾറെഡി തന്നെ ഒരു കോൾ ട്രംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലേക്ക് ഒന്ന് പേ അറ്റൻഷൻ ചെയ്യണം, ഇവിടെ അമേരിക്കയും ഇസ്രായേലും മാറ്റി നിർത്തിക്കോളൂ, മറ്റുള്ള രാജ്യങ്ങളുടെ ഷിപ്പുകൾ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിബിൾ നെഗോസിയേഷൻ ചൈനയെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ചൈനയെ വിളിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ചൈന അതിനകത്ത് താല്പര്യം പ്രകടിപ്പിച്ചില്ല. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഒരു ഗോൾഡൻ ടൈമാണ് ഇപ്പം. കാരണം ഇറാന്റെ ഓയിൽ ഇപ്പോഴും ചൈനയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ വെനിസുലയുടെ ഓയിൽ ഓൾറെഡി നിർത്തി ട്രംപ്. ഇപ്പോൾ വെനിസുലയുടെ ഓയിൽ ചൈനയ്ക്ക് പോകുന്നില്ല. ഇനി ഇറാന്റെ ഓയിലും കൂടി ട്രംപ് നിർത്തും. അതിനുള്ള ഏർപ്പാട് ട്രംപ് തുടങ്ങി കഴിഞ്ഞു. ഖാർഗ് ഐലൻഡിനെ പിടിച്ചടക്കുന്നതോടുകൂടി ചൈനയുടെ കട്ടയും പുടവും മടങ്ങും. പിന്നെ ഇറാന്റെ അടുത്ത് നിന്ന് ഒരു തുള്ളി ഓയിൽ പോലും ചൈനയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ശരിക്കും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഉരുളുന്ന പ്രോ ഇറാനിയൻ മെസ്സേജുകളല്ല ഇത്. ശരിക്കും ഇതാണ് യാഥാർത്ഥ്യം. ഖാർഗ് ഐലൻഡിനെ അമേരിക്ക പിടിച്ചടക്കും, അതോടുകൂടി ചൈനയുടെ കട്ടയും പുടവും മടങ്ങും. ഇതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതിലേക്കുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയുമായിട്ടാണ് അമേരിക്കൻ ആർമി മുന്നോട്ട് നീങ്ങുന്നത്. ഇറാൻ യുദ്ധത്തിൽ ഒരു പ്രോഗ്രസ് അമേരിക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു പ്രോഗ്രസ് അമേരിക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ട്രംപിന്റെ കാൽ കീഴിൽ വന്ന് വീഴും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം യൂറോപ്പ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വാർത്തകളൊക്കെ കണ്ടുകൊണ്ട് ഇറാൻ എന്തോ വലിയ രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള തരത്തിൽ അമേരിക്കയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഉള്ള വിലയിരുത്തലിലാണ് യൂറോപ്യൻ യൂണിയൻ പ്ലസ് നാറ്റോ ആൾസോ. അവർക്ക് തെറ്റുപറ്റി എന്നുള്ളത് കൃത്യമായി ഇസ്രായേലും അമേരിക്കയും കൂടി കാണിച്ചു കൊടുക്കും. അത് ഉറപ്പാണ്. ഇന്ത്യയും അമേരിക്കയും കൂടി ചേർന്നിട്ട് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഡ്രില്ല് നടത്തുകയാണ്. അതിൽ 2 രാജ്യങ്ങളും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എക്സസൈസ് സീ ഡ്രാഗൺ 2026 എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസും കൂടിയാണ്. ശരിക്കും അമേരിക്കയുടെ വാർഷിപ്പുകളുടെ പ്രത്യേകതയെക്കുറിച്ച് ഒരു വലിയ ആർട്ടിക്കിൾ തന്നെ ഇന്ത്യയുടെ സൈഡിൽ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സഞ്ചരിക്കുന്ന ഒരു മിലിറ്ററി പവർ ഇത്ര എഫക്റ്റീവായിട്ട് ഗ്രൗണ്ടിൽ പോലും ഉണ്ടാവില്ല. ആ രീതിയിൽ വളരെ സെക്യൂർ ആയിട്ടുള്ള വാർഷിപ്പുകളാണ് അമേരിക്കയുടേത് എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.